ആലുവ ജയിലിലെത്തി റിമാൻഡിൽ കഴിയുന്ന ദിലീപിനെ സന്ദർശിച്ചപ്പോൾ കണ്ടത് കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നുവെന്ന് ആർ ശ്രീലേഖ IPS. താൻ ജയിലിലെത്തുന്ന സമയം ദിലീപ് മറ്റു തടവുകാരുടെ ഇടയിൽ തറയിൽ പായ വിരിച്ചു കിടക്കുകയായിരുന്നു. ദിലീപിനെ തട്ടിവിളിച്ചപ്പോൾ എഴുന്നേൽക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഴിയിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നെങ്കിലും വീണുപോയി. സ്ക്രീനിൽ കണ്ട ആള് തന്നെയാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള രൂപമായിരുന്നു. ഇത് കണ്ട് മനസ്സലിഞ്ഞതോടെയാണ് സഹായിക്കാൻ തീരുമാനിച്ചത്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആർ ശ്രീലേഖ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. സെല്ലിൽ നിന്നും ദിലീപിനെ വിളിച്ച് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ കൊണ്ടിരുത്തി. എന്നാൽ ദിലീപിന് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കുവാനോ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കുടിക്കാൻ ഒരു കരിക്ക് കൊടുത്തു. ദയയുടെ പുറത്താണ് അത് ചെയ്തത്. ആരെയും ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് തന്റെ നയം. ദിലീപിന്റെ അപ്പോഴത്തെ സ്ഥിതി കണക്കിലെടുത്ത് പ്രത്യേകമായി 2 പായയും ഒരു ബ്ലാങ്കറ്റും കൊടുത്തു. ചെവിയുടെ ബാലൻസിന്റെ പ്രശ്നമുണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടറെ വിളിച്ചു വരുത്തി ഇക്കാര്യം പരിശോധിപ്പിച്ചു. വിചാരണ തടവുകാരനായതിനാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നതിൽ തടസ്സമുണ്ടായിരുന്നില്ല. ദിലീപിന് മാത്രമല്ല ഏതൊരു സാധാരണക്കാരനായ തടവുകാരനും ഈ പരിഗണന ലഭിക്കും. അതുകൊണ്ടാണ് ദിലീപിന് അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. യഥാർത്ഥത്തിൽ ഈ സഹായങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ താൻ അനധികൃതമായി സഹായം നൽകിയെന്ന ആരോപണം ഉയർന്നിരുന്നുവെന്നും ആർ ശ്രീലേഖ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മുൻ ജയിൽ മേധാവിയുടെ തുറന്നു പറച്ചിൽ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് ഇടയാക്കിയത്. തുടർച്ചയായ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവർ പരസ്യമായി തന്നെ ആവർത്തിക്കുകയും ചെയ്തു. കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ഈ കേസ് തീരാൻ പോകുന്നില്ലെന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നുവെന്നുമാണ് ശ്രീലേഖ ആവർത്തിച്ചത്. പ്രതിക്കു വേണ്ടിയുള്ള ശ്രീലേഖയുടെ ഈ അവകാശവാദങ്ങൾ നിയമ നടപടിയിലേക്ക് പോലും നീണ്ടു. മുൻ IPS ഉദ്യോഗസ്ഥയുടെ പരാമർശത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ ഹർജി നൽകി. ഇതിനിടയിൽ തന്നെയാണ് ശ്രീലേഖയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധം തെളിയിക്കുന്ന ചില ചാറ്റ് മറ്റൊരു മാധ്യമം പുറത്തുവിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും ദിലീപ് നിരപരാധിയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആർ ശ്രീലേഖ.